ശ്രീ അഷ്റഫ് പെരുമുക്ക് SFI കൂടി സമരരംഗത്തേക്ക് വരുന്നു എന്നത് ഈ പ്രശ്നത്തിന് കുറച്ചുകൂടി ഒരു പിന്തുണ കിട്ടാൻ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഒരു ഇടപെടൽ ശേഷി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ SFIയുടെ സമരം നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ജില്ലയിൽ മാത്രം ഒതുങ്ങരുത്. മലബാർ ജില്ലയിലെ മൊത്തം ജില്ലകളിലെ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തണം. ഈ വിഷയം അവർ അഡ്രസ്സ് ചെയ്യണം. ഈ മലപ്പുറം ജില്ലയിലെ വിഷയം ഏറ്റെടുത്തതിൽ നേരത്തെ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നേരത്തെ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ചോയ്സ് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്ക്, ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കണക്ക് എല്ലാം വൈരുദ്ധ്യമാണ്. ഞാൻ പറയുന്നു, സാധിക്കുന്ന SFIയുടെ പ്രതിനിധി സുഹൃത്ത് സാദിഖ് വിടുന്നുണ്ട്. നാളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ചെയ്യാം, ഈ കണക്കുകൾ നിങ്ങളുടെ കണക്കുകളും നമ്മളെ കണക്കുകളും മറ്റു എല്ലാ പ്രതിനിധികളുടെ കണക്കുകളും ഇരിക്കാം. എല്ലാവരും ഇരിക്കട്ടെ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ അനക്സ് 2 വിളിച്ച മീറ്റിംഗ് പുറത്തോ അല്ലെങ്കിൽ അകത്തോ നമ്മൾ ഇരുന്ന് ഈ കണക്കുകൾ ശരിയാണോ തെറ്റാണെന്ന് ഒരു 10 മിനിറ്റ് നിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കണക്കിൽ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സാദിക്ക് റെഡിയാണെങ്കിൽ സമയം പറഞ്ഞോ തീയതി പറഞ്ഞോ എവിടെ വേണമെന്ന് പറഞ്ഞത് MSF റെഡിയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ITI പോളി എന്ന് പറഞ്ഞ് ആ സീറ്റുകളുടെ കണക്കുകൾ പറഞ്ഞു. 5484 ITI സീറ്റുകളുണ്ട്. പോളി സീറ്റുകൾ 880 സീറ്റുകളുണ്ട്. 6364 സീറ്റുകളാണ് ടോട്ടലി പോളി ITI സീറ്റുകളുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഹയർ സെക്കൻഡറി തുല്യമാണോ ITI? ഹയർ സെക്കൻഡറി തുല്യമാണോ പോളിടെക്നിക്ക്? അതൊരു വേറെ മേഖലയാണ്. ഹൈസ്കൂളിൽ ടെക്നിക്കൽ ക്ലാസ്സുകൾ, ടെക്നിക്കൽ ഹൈസ്കൂളുകൾ പഠിച്ചു വന്നവർക്ക് ചിലപ്പം അവർ ചോയ്സ് ഉണ്ടാവാം. പോളിടെക്നിക്കും അതുപോലെ ITIയും ചൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാവാം. പക്ഷേ അതെന്നെ എടുക്കണമെന്ന് നമ്മൾ വാശി പിടിക്കണം. എങ്ങനെ? ഇത് മലബാറിൽ മാത്രമാണുള്ളത്, മറ്റു മേഖലയിൽ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ 60, 62ഓളം 68ഓളം വരുന്ന വിദ്യാർത്ഥികളെ മാർജിൻ ഇൻക്രീസിൻ്റെ പേര് പറഞ്ഞ് കുത്തി നിറച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. സെൽഫ് കെയറിംഗ് എന്ന് ഹയർ സെക്കൻഡറിയിൽ കാർത്തിക റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. സെൽഫ് കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയെയും കൃത്യമായി പരിശോധിച്ച് അവരുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്താനാണ് കാർത്തിക റിപ്പോർട്ട്, മലബാറിലെ കാർത്തിക റിപ്പോർട്ട് പറയുന്നത്. ആ കാർത്തിക റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സർക്കാർ പുറത്തുവിടാത്തത്? അതും സാധിക്കേ, അത് പറയൂ സർക്കാരിനോട്. അത് പറഞ്ഞാൽ അത് പുറത്തുവിട്ട് അത് നടപ്പിലാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ റിപ്പോർട്ട് പഠിച്ച റിപ്പോർട്ടല്ലേ. ശരിയായി അപഗ്രഥിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്നാണ് MSFന്റെ ചോദ്യം.